എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരീക്ഷ തന്നെയാണ് വിഷയം. പരീക്ഷ കുഞ്ഞുങ്ങളൊക്കെ വിളിച്ച് ഉണർത്തെ അമ്മമാരെ കൂടെ നിർത്തണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരീക്ഷ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ചില അമ്മമാരൊക്കെ ഇല്ലേ, പരീക്ഷ ഹോളിൽ പോയി കുഞ്ഞുങ്ങൾ പോകുമ്പോൾ പുറത്തു നിന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. അപ്പം നിർണായകമായ പരീക്ഷയ്ക്ക് പ്രേയർ സപ്പോർട്ട് ഭയങ്കര അനുഗ്രഹമാണ്. അത് ദൈവഹിതമാണെങ്കിൽ ഒരു കാരണവശാലും തടസ്സം ഉണ്ടാകത്തില്ല. നമ്മുടെ തടസ്സങ്ങളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ദൈവം അത് നിറവേറ്റും. അപ്പം നമ്മുടെ തടസ്സങ്ങളൊന്നും മാറാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കണത്. നമ്മളുടെ ദൈവതിരുസന്നിധി നമുക്കുള്ള ചില തടസ്സങ്ങളൊക്കെ ഇല്ലേ, ദൈവത്തിന് നിരക്കാത്ത നമ്മുടെ പഴയ ഫയലൊക്കെ പരിശോധിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ അനുവാദം തരത്തില്ല. ചില ആൾക്കാർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കത്തില്ല, കാണാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞാൽ കാണാൻ അനുവദിച്ചില്ലെന്നൊക്കെ പറയത്തില്ല. അതുപോലെ തന്നെ പഴയ ഫയലുള്ളത് കൊണ്ടാണ് ഈ കാണാൻ അനുവദിക്കാത്തത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഉപപ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ യോഗ്യതയെ വർദ്ധിപ്പിക്കാനാണ്, ദൈവത്തിൻ്റെ കരുണയെ പ്രജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം ആ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്ന പരീക്ഷാ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിശ്ചയം. പരീക്ഷയ്ക്ക് വേണ്ടി ഓരോ വിഷയം, കുറച്ച് വിഷയങ്ങൾ കഴിഞ്ഞു, ചില വിഷയങ്ങളെക്കുറിച്ച് ഡൗട്ടുണ്ട്, ചില വിഷയങ്ങൾ കൂട്ടി നോക്കിയിട്ട് അത്ര തൃപ്തിയല്ല. അങ്ങനെ പലതരത്തിലുള്ള വിവിധ വിചിംപ്രിതരായിട്ടാണ് ആൾക്കാർ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയെ എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അടുത്ത സബ്ജക്റ്റ് കൊടുത്താൽ ടാലി ആകാൻ കർത്താവ് നിന്റെ പ്രത്യേക അനുഗ്രഹം നൽകണം പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയത്തിന് കർത്താവ് ഇപ്പോഴും മക്കൾ പറയണത് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി, പക്ഷേ അങ്ങനെയല്ല. ആ ഉപരി വിദ്യാഭ്യാസം വേണമെങ്കിൽ ഉന്നതമായ വിജയം കൈവരിച്ചില്ലെങ്കിൽ ഒത്തിരിയേറെ കടമ്പകളുണ്ട് കർത്താവ്. അതുകൊണ്ട് അങ്ങനെ ആശ്രയിക്കുന്ന എല്ലാ മക്കളെയും നീ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അവരുടെ കഴിവിനേക്കാളുപരി കർത്താവ് അങ്ങയുടെ കൃപയാൽ അവർക്ക് ആവശ്യമായ മാർക്ക് നൽകി അവരുടെ ഉപരി വിദ്യാഭ്യാസം ഭാവിയും സുരക്ഷിതമാക്കാനുള്ള കർത്താവ് ഇടങ്ങൾ നൽകാൻ പ്രാർത്ഥിക്കുന്നു. ഇനി കർത്താവ് ഈ പരീക്ഷ നമ്മുടെ ഇനി കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തണതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രവേശനോത്സവത്തിന് കൊണ്ടുപോകുന്ന അമ്മമാരെ കൊണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും എഴുത്തിന് പോലും ഇരുത്താതെ, എഴുത്ത് പോലും പഠിക്കാത്ത ഭയങ്കര അഗ്രസീവായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, അനുസരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, ഭയങ്കര പിടിവാശിയുള്ള ആ മക്കളെല്ലാം കർത്താവ് നിന്റെ തിരുമുറുവാർന്ന് വലത് കർത്താൽ അങ്ങ് സ്പർശിക്കണമേ. ഓട്ടിസമുള്ള മക്കള്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കള്, പ്രത്യേകിച്ച് കർത്താവ് ഭയങ്കര പലതരത്തിലുള്ള ദുശാഠ്യങ്ങളുള്ള കുഞ്ഞുങ്ങള്, അതുമൂലം സമാധാനം നഷ്ടപ്പെട്ട അമ്മമാര്, ഉറക്കം നഷ്ടപ്പെട്ട അമ്മമാര്, കുഞ്ഞുങ്ങൾ ഉറങ്ങാത്ത കാരണം അമ്മമാർക്ക് ഉറങ്ങുന്നില്ല, അവർക്ക് പറയണതെല്ലാം ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നുന്നു, കുടുംബത്തിൽ അതിൻ്റെ പേരിൽ വലിയ കലഹങ്ങൾ ഉണ്ടാകുന്നു, പരസ്പരമുള്ള ഇഷ്ടപ്പെടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് മാനസികമായിട്ട് അകന്നു പോകുന്നു. അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും കർത്താവെ നീ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പുതിയ കുടുംബക്കാര്, പുതിയ ജീവിതങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നവരെല്ലാം നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി കർത്താവെ അവരുടെ സുരക്ഷിതമാക്കുന്നതിന് ആവശ്യമായ അവരുടെ നടപടിക്രമങ്ങളെ കുറ്റമറ്റമാക്കുകയും കർത്താവ് സമയമോ പണമോ ദാനമോ വ്യർത്ഥമാകാതിരിക്കാൻ അവരെ കർത്താവ് പ്രത്യേകമായി അവരുടെ ചിന്താ പദ്ധതികളെയും പ്രവർത്തന രീതികളെയും അങ്ങ് ആശീർവദികളെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവര്, യാത്രക്ക് പോകുന്നവര്, പരീക്ഷയ്ക്ക് പോകുന്നവര്, കോടതി പോകുന്നവര്, തൊഴിലിടങ്ങളിൽ തൊഴിലിന് വേണ്ടി പോകുന്നവര്, ഓഫീസിൽ പോകുന്നവര്, ഓരോ കുടുംബത്തിന്റെ ഓരോരോ കാര്യങ്ങളുടെ നിർവൃത്തിക്ക് വേണ്ടി ഓരോരോ സ്ഥലങ്ങളിലേക്ക് വ്യക്തികളെ കാണാൻ പോകുന്നവര്, കേൾക്കാൻ പോകുന്നവര്, എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ഞാൻ നിങ്ങളെ ഇന്നത്തെ ദിവസത്തെ ആശീർവദിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത തിങ്കളും ബുധനൊക്കെ ആയിട്ട് നമ്മുടെ കേരള സഭ നോൻപിലേക്ക് പ്രവേശിക്കുകയാണ്. നോൻപിലും അതുപോലെ തന്നെ കർശനമായി നോൻപെടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നോൻപ് ചില സഭകളിൽ അത് കടമായി മാറും. ചില ദിവസങ്ങളിൽ നോൻപ് ചിലപ്പോൾ നോൻപ് ദിവസമായിരിക്കും, അല്ലെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ചയായിരിക്കും. പിന്നെ കടമുള്ള ദിവസങ്ങളുണ്ട്. ദൈവതിരുസന്നിധിയിൽ നമുക്ക് ഒബ്ലിഗേഷൻ മണ്ടേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്പോൾ ചെയ്യാതെ വരുമ്പോൾ അത് കടമായിട്ട് മാറും. പക്ഷേ കടം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് കടം തന്നെ രണ്ട് തരമുണ്ട്. നമ്മൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് കടങ്ങൾ, പിന്നെ ദൈവം നമുക്ക് തരാനുള്ള കടങ്ങളുണ്ട്. നിങ്ങളൊക്കെ ഇതെന്ത് വർത്തമാനമാണ് ഈ പറയണത്? ദൈവം നമുക്ക് കടം തരാറുണ്ടെന്ന് അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് ജീവിക്കും. ചില ആൾക്കാരൊക്കെ ഭർത്താവ് ചില പറഞ്ഞില്ലേ, എൻ്റെ അച്ഛാ ഞങ്ങൾക്ക് ഭർത്താവിന് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ല, എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞിനെ പെറ്റ് വളർത്താനുള്ള ഭയങ്കര കൊതിയാണ്, എനിക്ക് ചില സ്ഥലത്ത് ചത്ത് കളയാൻ തോന്നും, എന്നാലും ഞാൻ ഈ മനുഷ്യനെ പിരിയത്തില്ല. എന്താ കാര്യം? ഞാൻ കർത്താവിൻ്റെ അടുത്ത് നിന്ന് വാഗ്ദാനം ചെയ്തതല്ലേ, അപ്പോൾ ഒരു കുഞ്ഞില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഭർത്താവിനെ പിരിയുക. പക്ഷേ എനിക്കാണെങ്കിൽ എപ്പോഴും മറ്റു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കെട്ടിത്തൂക്കി ചാകേണ്ട സങ്കടം വരും. അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂദാശയുടെ ബലത്തിൽ ഇവരിങ്ങനെ ക്രിസ്തുവിൻ്റെ നാമത്തെ സഹിക്കുകയാണ്. അതാണ് കടം. അപ്പോൾ ദൈവം ഇങ്ങോട്ട് ഒരാളുടെ കടമാണ്. അതായത് നിങ്ങളെപ്പോഴും അപ്പോൾ കടം അതായത് ഈ സാലറി ചാലഞ്ച് എന്നൊക്കെ കേൾക്കത്തില്ലേ, എന്താണ് ബിരിയാണി ചാലഞ്ച് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇതുപോലെ ഒരു നമ്മുടെ ഒരു ചാലഞ്ചായിട്ട് എടുക്കണം ദൈവം നമുക്ക് തരാനുള്ള കടങ്ങൾ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചാലഞ്ച്. മുൻപ് കാലത്തും എല്ലാ കാലത്തും നമ്മൾ ഒരു കടക്കാരനായി മാറുന്നതിനേക്കാളുപരി എപ്പോഴും കണക്ക് വെക്കുമ്പോൾ കർത്താവിന് ഇങ്ങോട്ട് തരാനുണ്ടാകണം. എന്ന് വെച്ചാൽ അഹങ്കാരം കൊണ്ട് അങ്ങനെ പറയണതല്ല ശരിക്കും പറഞ്ഞാൽ, മറിച്ച് നമ്മൾ സുവിശേഷമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ ഓർക്കൽ ദൈവത്തിൻ്റെ ആനുകൂല്യത്തെ പ്രതി നമുക്ക് ഡേ ടു ഡേ കർത്താവ് ക്യാഷ് ക്ലിയറൻസ് നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ബിസിനസ് റിലേഷൻ അല്ല ദൈവം നമ്മളുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർത്താവ് പലപ്പോഴും നമ്മൾ കുഞ്ഞുനാൾ മുതൽ ദൈവം നമ്മൾ നടക്കുന്ന ആളാണ്. പക്ഷേ നമ്മൾ ഒരു 12 വയസ്സിൽ പ്രാർത്ഥിച്ചതാണ്, കർത്താവ് എനിക്കൊരു കുടിയനെ തരരുത് കേട്ടാ, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ 12 വയസ്സിൽ പ്രാർത്ഥിച്ചതാണ്. അത് കെട്ടണ വരെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കെട്ടിക്കഴിഞ്ഞപ്പോൾ തന്നിരിക്കണ കുടിയനെയാണ്. അപ്പോൾ ആരാണ്? ദൈവം കടക്കാരനായി. നമുക്ക് അപ്പോൾ ചില ആൾക്കാർക്ക് പരിശുദ്ധാത്മ ഉള്ളവർക്ക് അത് ഭയങ്കര ആഘോഷം എടുക്കും. എന്താണ്? കർത്താവെ കണക്ക് വെച്ചാൽ നീ എനിക്ക് തരാനുള്ളൂ, അങ്ങനെ പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കാര്യം കർത്താവിന് പറയാൻ കടങ്ങളെ ഈ ആൾ മാനിക്കുന്ന ആളാണ്. അതാണ് പറയണത്. എന്തെങ്കിലും കൂടുതൽ ചിലവാകുകയാണെങ്കിൽ ആ സമരക്കാരൻ്റെ കഥയില്ലേ, സമരക്കാരൻ്റെ കഥയിൽ എന്താ പറയണത്? അയാളെ കൊണ്ട് സത്രത്തിൽ കൊണ്ട് ചികിത്സിച്ച് എന്നിട്ട് സത്രക്കാരനോട് പറയണേ, ഇവനെ ഏറ്റെടുത്തിരിക്കണില്ലേ, എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ചിലവാകാൻ സാധ്യതയുണ്ട്. ഒരു മനുഷ്യനെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് ഭർത്താവാകാം, ചിലപ്പോൾ മക്കളാകാം, ചിലപ്പോൾ ഭാര്യയാകാം, ചിലപ്പോൾ കൂട്ടുപണിക്കാരനാകാം. ഒരാളെ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കൊന്ന് കൂടുതൽ ചിലവാകും. കാര്യം എന്താ? നമ്മെ സ്നേഹിച്ചാൽ അവരതുപോലെ സ്നേഹിക്കണം നിർബന്ധമില്ല, കൂടുതൽ നമ്മുടെ നിന്നാണ് ചിലവാകണത്. ഇപ്പോൾ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാടക്കണത് എന്തുകൊണ്ടാണ്? അതായത് ഞാൻ അവനെ സ്നേഹിക്കണത് അവൻ്റെ കാര്യത്തിലൊക്കെ ഒരു കുഴപ്പമില്ല, അവരുടെ കാര്യം അതൊക്കെ. പക്ഷേ ഇങ്ങോട്ട് അതുപോലെ ഇല്ല. ഇങ്ങോട്ടൊക്കെ കാര്യം പറയുമ്പോൾ
കൈ അവരുടേത് കുറുങ്ങിപ്പോകും. അപ്പം നമ്മളെ അങ്ങോട്ട് സ്നേഹിക്കുന്ന കാരണം അത് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് കിട്ടത്തില്ല. ചെറിയ മനഃപൂർവ്വം തരത്തില്ല. പക്ഷേ മുതലെടുപ്പ് അറിയുണ്ടാവില്ല. അതൊക്കെ ഉണ്ടാവും, ഭൂമിയിലുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് വന്നതല്ല, എല്ലാ വീടും ഉള്ളതാണ്. കൂടുതൽ ഒരാളെ കെയർ ചെയ്യുമ്പോൾ കൂടുതൽ ചിലവാകും. ഇപ്പോൾ ഒരു ഓട്ടിസം കുഞ്ഞിനെ വളർത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ കുഞ്ഞിനെ വളർത്തുമ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് വരുമാനം കിട്ടുന്നത്. വളർത്തി വലുതായിപ്പോൾ ഒന്ന് വരുമാനം കിട്ടിയെങ്കിൽ ഒരു സന്തോഷം ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകത്തില്ലേ? അതൊരു വരുമാനമല്ലേ? പക്ഷേ ഒരു ഓട്ടിസം കുഞ്ഞിനെ വളർത്തുന്ന നോക്കിയേ, എല്ലാവരും അപ്പനും പേർക്കും അമ്മയും പേർക്കും എല്ലാവരും പേർക്കും. ചിലവർ ഇതും ചത്ത് കിട്ടിയാൽ മതി വിചാരിക്കും. അവരത്രയും അനുഭവിച്ചിട്ട് എനിക്ക് സങ്കടം, ഈ ഓട്ടിസംകാരുടെ അമ്മമാരെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. പാവത്തുങ്ങൾ എന്തും അവർ സന്തോഷമൊന്നും ഇല്ല. അതിനിടയ്ക്ക് വഴക്കാ വീടുണ്ടെങ്കിൽ, ഒരു സാന്ത്വനം ഉണ്ടെങ്കിൽ ആ പിള്ളേർ ഉറങ്ങും, അത് ഉറങ്ങത്തുമില്ല. ഇങ്ങനെ അപ്പം എന്താ കൂടുതൽ ചിലവാകുകയാണ്. അതെന്താ സംശയം? കർത്താവ് പറഞ്ഞെങ്കിൽ കൂടുതൽ നിനക്ക് കൂടുതൽ ഇപ്പം ദൈവം തന്നതാണെന്ന് പറഞ്ഞാൽ എല്ലാം ദൈവം തന്നതല്ലേ. അപ്പോൾ ഈ അതിനു വേണ്ടി ഒരാൾക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെയും കൊടുക്കും, നിനക്ക് ഓട്ടിസം കുഞ്ഞിനെ തരുമ്പോൾ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ടത്തില്ലേ? അപ്പം ആ ഓട്ടിസം കുഞ്ഞിന് കൂടുതൽ ചിലവാകത്തില്ലേ? ചിലവാകണ ആരാണ്? കൂടുതൽ ചിലവാകണമെങ്കിൽ എന്ത് ചെയ്യും? 10:35 വായിച്ചേ ലൂക്ക. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ, സത്രം സൂക്ഷിപ്പുകാരനാണ് ഈ കൊട്ടിച്ച കുഞ്ഞിന്റെ അമ്മയെന്ന് പറഞ്ഞ സത്രം സൂക്ഷിപ്പുകാരനാണ്. 2 ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു എന്താ? ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. ഈ കുഞ്ഞിന്റെ കാര്യം ഓട്ടിസമാണ് കേസ് ചെയ്തത്, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ പ്രായമുള്ള മാതാപിതാക്കൾ, ഭ്രാന്തി പിടിച്ച കുഞ്ഞുങ്ങൾ പ്രായമുള്ളവരായിരിക്കാം. ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിരിക്കണത്. അത് നമ്മുടെ ഒരു ചുമതല. അവൻ്റെ കാര്യം നോക്കി, അത് ദൈവമാണ് പറഞ്ഞിരിക്കണം, അല്ലാതെ വീട്ടുകാർ പറഞ്ഞിരിക്കണമല്ല, പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിരിക്കണമല്ല. കർത്താവ് പറഞ്ഞിരിക്കണം ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കണം. എന്താണ് കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ചെലവാകുമെന്ന് കർത്താവിനറിയാം. സാധാരണ ഒരു കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് അടിച്ചുപിടിച്ച് നടക്കുമ്പോൾ ഓട്ടിസം കുഞ്ഞുങ്ങൾ നടക്കുന്നത് ഇതുപോലെയുള്ള കുടുംബത്തിൽ പരാരാപ്തി ഉള്ളവരില്ലേ, പ്രായം അപ്പനമ്മയുള്ളവർക്കൊക്കെ അടിച്ചു പിടിച്ച് നടക്കാൻ പറ്റുമോ? ഒരു കുഞ്ഞ് സ്വന്തം അനിയത്തിന് മനസ്സമ്മതത്തിന് പോലും വരാത്തവർ, പോകാൻ പറ്റാത്തവർ എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. വീട്ടിലെ മാതാപിതാക്കന്മാർ നോക്കി തറവാട് പിടി കിടക്കുന്നവരെ നോക്കണ്ടേ? തൂറിമുള്ളിയൊക്കെ കിടക്കോടാ. എന്തൊരവസ്ഥയാണ്. കൂടുതൽ ചിലവാകും. ഒരാളെ കെയർ ചെയ്യുമ്പോൾ കൂടുതൽ ചിലവാകും. അതാ പറയണത്. കൂടുതൽ 2 ദിനാറ കൂടുതൽ പറയണേ. കൂടുതൽ ചിലവാകുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. തിരിച്ചു വരുമെന്ന് ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടുത്തെ പ്രശ്നം അതല്ലേ. മാർക്സ്, എംഗൽസ്, സോളമൻ, സോക്രട്ടീസ്, പ്ലീനി, പ്ലേറ്റോ, അത്ര അണ്ണന്മാർ ഇവിടെ നടന്ന് ഒരെണ്ണം തിരിച്ചു വരത്തില്ല. എല്ലാം ചത്ത് മണ്ണോട് പണ്ട് തരുന്നു. തിരിച്ചു വരുന്ന ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും കൂടെ ചിലവാകണമെങ്കിൽ എൻ്റെ 2ാമത്തെ വരവിന് ഞാൻ റെക്ടിഫൈ ചെയ്യും. അപ്പോൾ ആരാണ് കടം? അപ്പം കർത്താവിന് കടം കൊടുക്കണ പോലെയാണ്. എൻ്റെ മകളെ, എൻ്റെ മകനെ, നീ ഒരു പാരിതോഷികം, ഒരു നന്ദിയില്ലാത്ത ഒരു ജോലി ഏറ്റെടുക്കണത് കർത്താവിന് കടം കൊടുക്കണ പോലെയാണ്. നോമ്പിൻ്റെ കാലത്ത് കർത്താവ് നിന്നെ സഹായിക്കും. ഞാനും കർത്താവിന് തിരിച്ചു വരവ് നോക്കി ജീവിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നതായാലും ഞാൻ കർത്താവിൻ്റെ തിരിച്ചു വരവെന്ന് പറയുമ്പോൾ ഏത് സമയത്തും വരാമല്ലോ. എപ്പോഴാണ് കർത്താവിനെ കാണാൻ പറ്റുന്ന ഈ ശാരീരിക അവസ്ഥ മാറണത്? അന്ന് കർത്താവിനെ കാണും നമ്മൾ. അപ്പം അതുകൊണ്ട് തിരിച്ചു വരവ് സുനിശ്ചിതമാണ്. എപ്പോൾ സംഭവിക്കുന്നറിയത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പം തിരിച്ചു വരുമ്പോൾ എന്താണ്? കർത്താവ് ഇങ്ങോട്ട് നിങ്ങൾ തരാനുണ്ടാകണം. ആ രീതിയിൽ വേണം കണക്ക് അവസാനിക്കാൻ. എല്ലാ ദിവസവും കണക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ ബാലൻസ് നോക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടാണ്ടാണ് കർത്താവിൽ നിന്ന്. എന്നാൽ തിരിച്ചുവരവ് ആഘോഷിക്കാൻ പറ്റും. ജീവിതം മുഴുവനും കർത്താവിൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു ആഘോഷമാണെന്ന് ഓർക്കണേ. പ്രശ്നം അതല്ലേ വിഷയം വരാൻ പോണത്. ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകേണ്ട ഒരു കഥയുമില്ല അതിൻ്റെ അകത്ത്. എന്താ വിഷയം? ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പം ചക്കാലക്ക് പിതാവ് അൾത്താരെ വന്നപ്പോൾ, അത്തങ്ക അൾത്താരെ കുർബാനയെല്ലാം വന്നപ്പോൾ അമ്മ എന്താ? ഞാൻ കൃപാസനം മാതാവിൻ്റെ സ്വരം കേട്ടു. അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് പകരം അമ്മ പറഞ്ഞില്ല, കർത്താവാണ് പറഞ്ഞതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അമ്മയല്ലേ പറഞ്ഞത്. അപ്പം മരിയൻ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട വിധം ദൈവ പദ്ധതിയിലുള്ളതാണ് അമ്മ. നമ്മളുടെ മാധ്യസ്ഥമായിട്ടും മാതൃകയായിട്ടും നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി
ക്രിസ്തുവിനെ ഒരാൾ സ്വീകരിച്ചാൽ അയാൾ എങ്ങനെ ഇരിക്കും, അയാളുടെ ജീവിതം അത് പ്രായോഗികമാണോ? ഈ ലോകത്തോട് ക്രിസ്തീയ ജീവിതം പ്രായോഗികമാണെന്ന് പറഞ്ഞ ആദ്യത്തെയും ഏറ്റവും സമ്പൂർണ്ണമായ വ്യക്തിത്വമാണ് പരിശുദ്ധമ്മ എന്ന് പറഞ്ഞാൽ അത് പ്രൊമോട്ട് ചെയ്യണം മരിയൻ ഡിവോഷൻ അല്ല, കറക്റ്റ് കർത്താവിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണ് മാതാവിലൂടെ നമ്മളെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് ആ മനുഷ്യൻ തന്നെ കയറിപ്പിടിക്കണം. എന്താണ്? കൊന്ത കയറി പിടിച്ചിട്ട് പറയുന്നത് എന്താണ്? മാതാവ് സത്യമാണെങ്കിൽ ഇപ്പം എൻ്റെ വേദന കുറയും. അപ്പോഴെന്താണ് ദൈവം പറഞ്ഞത്? മാതാവ് സത്യമാണ്, ഇനി നീ കാണാൻ പോണ പൂരം വേറെയാണെന്ന് പറയും. സെക്കൻഡുകൾക്കുള്ളല്ലേ ജീവിതം മാറി. ജോലി പോകുമെന്ന് പറഞ്ഞ ആൾ, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ ആൾ, 6 മാസം കഴിഞ്ഞാലും വെയിറ്റ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ആൾ പുഷ്പം പോലെ വേലയെടുത്ത് നടക്കണം. എന്താണ്? ദൈവം അമ്മയെ മഹത്വപ്പെടുത്തുന്നു. ആർക്ക് വേണ്ടി? ക്രിസ്തുവിനെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി. ഇവിടെ നടക്കണത് മരിയൻ ഡിവോഷൻ അല്ല, പിന്നെന്താ നടക്കണത്? മരിയൻ ലൈഫ് സ്റ്റൈലാണ്. ഉടമ്പടിയിലൂടെ നമ്മൾ അവൻ പറയണ പോലെ നമ്മൾ ചെയ്യണം. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അതെന്താണ്? മരിയൻ ലൈഫ് സ്റ്റൈലാണ്. അതായത് മാതാവിൻ്റെ ജീവിത രീതി നമ്മൾ അനുവർത്തിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മരിയൻ മധ്യസ്ഥതയിലെ ദൈവരാജ്യത്തിലെ ആയിരിക്കുന്ന വലിയൊരു അവസ്ഥയാണ് നമ്മൾ ഉടമ്പടിയിലൂടെ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവപിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള ഒരു പൊതുവായിട്ടുള്ള സ്വർഗത്തിൻ്റെ കാര്യപരിപാടിയുടെ ഭാഗമായിട്ടാണ് ലോകത്തിൽ ഉടമ്പടി വന്നെങ്കിൽ ആ ഉടമ്പടി ഇന്ന് എല്ലാ മനുഷ്യർക്കും എടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഉടമ്പടിയുടെ ഭാഗമാക്കി മാറ്റുന്ന അന്ത്യകാലത്തെ ദൈവിക പദ്ധതിയായിട്ടാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടതും. അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ നെഞ്ചിൽ ഘടികാര സമയം കാണിച്ചിട്ടുണ്ട്. നെഞ്ചിൽ ഘടികാര സമയം കാണിച്ചുകൊണ്ട് സമയത്തിൻ്റെ സമാപ്തിയിലേക്ക് പ്രവേശിക്കണം നമ്മൾ. അതുകൊണ്ട് തന്നെ ഇനി ദുരന്തത്തിൻ്റെ കാലങ്ങളുണ്ടാകും, പതറരുത്, പ്രാർത്ഥനയാണ് മെച്ചമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയാണ് നമ്മുടെ മധ്യസ്ഥയായിട്ട് വെച്ചിരിക്കുന്നത്. പല കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം മലാഖമാർ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മധ്യസ്ഥ വഹിച്ചപ്പോൾ ഈ കാലഘട്ടങ്ങളിലെ ലൂർദിലായാലും ഫാത്തിമയിലും കൃപാസനത്തിലായാലും എവിടെയായാലും അമ്മയിലൂടെ ദൈവം തൻ്റെ ദൗത്യത്തെ ലോകത്തിൻ്റെ അവസാനം വരെ ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനുമായി തുറന്നുകൊണ്ടുപോയിരിക്കുന്ന വലിയ പദ്ധതിയുടെ ഭാഗമായി ദൈവം നമ്മളെ മാറ്റിയതിൽ കൈയടിച്ച് കൊണ്ട് കർത്താവ് അവൻ പറയുന്നത് ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. വാഗ്ദാനം പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ. എല്ലാവരും എഴുന്നേൽക്കുക, കുറച്ചു നേരം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. യേശുവേ ഞങ്ങളെ മരിയൻ പോരാളികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മരിയൻ ആധ്യാത്മികതയെ പൂർണ്ണമായി പിൻചൊല്ലുവാൻ ഈ ഉടമ്പടി ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം, മഹത്വം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന.
ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം. ഇവിടെ ഉടമ്പടി ധ്യാനം തുടങ്ങുകയാണ്. നിങ്ങൾ ഈ ഉടമ്പടി ധ്യാനം ഇപ്പോഴും കൂടിയാലും ശരി, ഓൺലൈനിൽ ഇത് രണ്ടാമത് കൂടണം. കാര്യം ഓൺലൈനിൽ കൂടുന്നതും ഇതും നമുക്ക് ഉടമ്പടി ബാധ്യത എന്ന് പറയണത്, ഉടമ്പടി നമ്മൾ എടുത്ത ബാധ്യത ഓൺലൈനിൽ കൂടാനാണ് എടുത്തിരിക്കുന്നത്. അത് ഓൺലൈനിൽ കൂടുക മാത്രമല്ല, അത് ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോഴാണ് ആ ഉദ്യമം പൂർത്തിയാകണത്. കുറച്ച് ഏറെ കൂടുതൽ പ്രയാസങ്ങളിരിക്കുന്നവർ ആണ് ഇവിടെ വന്ന് ധ്യാനം കൂടുന്നത്. അതിൽ സന്തോഷമേ ഉള്ളൂ, കുഴപ്പമില്ല. കർത്താവ് അങ്ങനെ ഒത്തിരി പേര് അനുഗ്രഹിക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉടമ്പടി ബാധ്യത എന്ന് പറയുന്നത് ഓൺലൈനിൽ ധ്യാനം ചൊവ്വാഴ്ച അപ്പ് ചെയ്യുമ്പോൾ കൂടുന്നതാണ്. അതാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരെ, ഇത് മാത്രമല്ല, സാക്ഷ്യവും ഷെയർ ചെയ്യണം. സാക്ഷ്യവും ഷെയർ ചെയ്യണം. ചിലരൊക്കെ നിങ്ങളിലൂടെ ദൈവത്തെ അറിയണത് സാക്ഷ്യം വഴിയായിരിക്കും. സാക്ഷ്യം ദൈവികമായ ദൈവത്തിൻ്റെ സ്വന്തം ഇടപെടലായത് കാരണം ആ സാക്ഷ്യം ഒരു പ്രാവശ്യം കേട്ടാൽ മതി, അപ്പോൾ തന്നെ ആൾക്കാർക്ക് അഭിഷേകം ഉണ്ടാകും. അതുകൊണ്ട് സാക്ഷ്യം ഷെയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങളാണ്. ഉടമ്പടി ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം കാർക്കശ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒപ്പിച്ച് ആ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ ചെയ്യാം. പക്ഷേ ആൻസറബിൾ ആകണത്, പ്രെയർ ആൻസറബിൾ ആകുന്നത് പലപ്പോഴും നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എനർജി ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട്, കാര്യം ഉടമ്പടിയിൽ ചൊല്ലുന്ന ഏർപ്പാടൊക്കെ 40% ഉള്ളൂ. ബാക്കി 60% ചെയ്യുന്ന സുവിശേഷ വേലകളാണ്. ചെയ്യുന്ന സുവിശേഷ വേല. ഈ ദിവസങ്ങളിൽ വന്ന ഒരു സാക്ഷ്യമാണ് അനിലിൻ്റെ സാക്ഷ്യം. അപ്പോൾ അതൊക്കെ മനസ്സിൽ കേൾക്കുക, ആ പേര് കേൾക്കുമ്പോൾ അറിയാം ഇത് നോൺ ക്രിസ്ത്യൻ ആണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അനിലിൻ്റെ സാക്ഷ്യം എന്താണ്? 6 തവണ IELTS എഴുതി തോറ്റുപോയതാ. 2 വർഷമായെന്ന് തോന്നി എഴുതാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ 2 വർഷമായിട്ടും എഴുതി തോറ്റുപോയി. അപ്പം അതുകൊണ്ട് പിന്നെ ആരോ ഇങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി. ആ സാക്ഷ്യം കേട്ടിട്ട് അനന്ത് വന്ന് ഉടമ്പടി എടുത്ത്. ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒറ്റ മാസത്തിനുള്ളിൽ IELTS പാസ്സായി വിസ പ്രോസസ്സ് ചെയ്ത് ഒരു മാസം നമുക്ക് ലൈറ്റ്നിങ് സ്പീഡാണ് വന്നത്. പിന്നീട് ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം, അനന്തുവിൻ്റെ സാക്ഷ്യം. ഈ സാക്ഷ്യം അപ്പം ഞാൻ നോക്കി എന്തുകൊണ്ട് ഇത്രയും 6 IELTS എഴുതിയിട്ട് തോറ്റ ആൾ ഇത്രയും ലാഗിങ് വന്നിട്ട് എങ്ങനെയാണ് ഈ ഒറ്റ മാസം കൊണ്ട് ഇത്രയും അഡ്വാൻസ്ഡ് ആയെന്ന്. ഷാർപ്പ് ലൈറ്റ്നിങ് അല്ലേ, ലൈറ്റ്നിങ് സ്പീഡ് വന്നു. ഉടമ്പടി ശരിക്കും സ്പീഡിൻ്റെ ഒരു പ്രോജക്റ്റാണ്. പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ ഉടമ്പടി എടുത്തു എന്നും പറഞ്ഞ് ഉടനെ സ്പീഡ് ഉണ്ടാകത്തില്ല. സ്പീഡാക്കണം നമ്മളാണ്. അപ്പം ഞാൻ നോക്കിയ സാക്ഷ്യത്തിൽ അനന്തു എന്നാ ചെയ്തതെന്ന് നോക്കി. അപ്പോൾ അനന്തു ഇടുക്കിക്കാരനാണ്. പക്ഷേ പുള്ളിക്കാരൻ കൃപാസനം പത്രവും ഇടുക്കി മുതൽ കാഞ്ഞിരപ്പള്ളി വരെ കൊണ്ടേ കൊടുക്കുക. മനസ്സിലായില്ലേ? വ്യത്യാസം കണ്ടില്ലേ? അതാണ് വിഷയം.
അപ്പോൾ ദൈവം നോക്കേണ്ടത് ഈ സത്യസന്ധതയാണ്. നീ കാത്തലിക്കാണ്, CSI ആണ്, നോൺ ക്രിസ്ത്യൻ ആണ് എന്നല്ല നോക്കണത്. സത്യം നീ ദൈവത്തിരുസന്നിധിയിൽ എങ്ങനെ വ്യാപരിച്ചു, സത്യത്തിൽ വ്യാപരിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സത്യത്തിലും വിശുദ്ധിയിലുമാണ് വ്യാപരിക്കേണ്ടത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. സക്കറിയ പ്രവചനങ്ങൾ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 70 മുതലുള്ള തിരുവചനങ്ങൾ. ലുക്ക 1-ാം അധ്യായം 70 മുതലുള്ള തിരുവചനങ്ങൾ. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. അപ്പോൾ ഉടമ്പടിയിൽ വരേണ്ട ശുശ്രൂഷ സക്കറിയ പ്രവാചകൻ സ്നാപക യോഹന്നാൻ്റെ അപ്പനാണിത് പറയണത്. ഉടമ്പടി അനുസരിച്ച് വരേണ്ട ശുശ്രൂഷ വിശുദ്ധിയിലും നീതിയിലുമാണ്. റീഡ് ഇറ്റ് അഗൈൻ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി. ഒന്ന് പറഞ്ഞേ. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. അപ്പോൾ വെദർ യു ആർ ക്രിസ്ത്യൻ ഓർ എ നോൺ ക്രിസ്ത്യൻ, that doesn't make anything in the concept of ഉടമ്പടി കവനൻറ്റ്. അവിടെ എന്താ പ്രശ്നം വെച്ചാൽ അവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായാൽ മതി. എബിലിറ്റി ടു ഇൻവെസ്റ്റ്. അവിടെ നിങ്ങളുടെ വിശ്വാസം നിക്ഷേപിക്കാനുള്ള കഴിവ്, നിക്ഷേപക്ഷമത എന്താണ്? അതിൽ 2 കണ്ടൻറ്റ് ബേസിക് ഉണ്ട്. എന്താണ്? ഒന്ന്, വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധിയിലാണ് ഇത് ചെയ്യേണ്ടത്. വിശുദ്ധി എന്ന് പറയുമ്പോൾ ശാരീരിക വിശുദ്ധി മാത്രമല്ല, മാനസിക വിശുദ്ധിയുണ്ട്, ആത്മീയ വിശുദ്ധിയുണ്ട്. ഇപ്പം ശെമയോൻ ആദിമസഭയിലെ ശെമയോൻ അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ശെമയോൻ പണം കൊടുത്തിട്ട് ഈ കഴിവ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി, എനിക്ക് തരാൻ വേണ്ടി ശെമയോൻ പത്രോസിനോട് യാചിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൽ സഭയിൽ പ്രവർത്തിക്കുന്ന കഴിവുകളെ, കൃപകളെ നമുക്ക് വേണമെങ്കിൽ പണം കൊടുത്ത് അടിച്ചു മാറ്റാം എന്ന് ധരിക്കുന്ന ആൾക്കാർ ഇന്നല്ല പണ്ടുകൊണ്ടായിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:18. അപ്പോസ്തല പ്രവർത്തനം 8:18. അപ്പോസ്തലന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോൻ
അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. അതാണ് പ്രശ്നം. ഉടമ്പടി എടുത്താൽ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് മറ്റുള്ളവർ സാക്ഷ്യം പറയണ പോലെ പറയാവുന്ന നിങ്ങൾ വിദ്യാധാരണ ഉണ്ടാക്കരുത്. കാരണം ഈ കണ്ടീഷൻ വെരിഫൈ ചെയ്യണം. എന്താ ഇപ്പം ശമയോന് സംഭവിച്ചിരിക്കണത്? നീ പറയണത് ആലപ്പുഴ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു, അതനുസരിച്ചിട്ട് സ്പൃശ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ലക്ഷ്യം ശമയോൻ എന്താ ഉദ്ദേശിക്കുന്നത്? ശമയോന് ഭൗതിക അയാൾ നേരത്തെ മന്ത്രവാദം ചെയ്തിരുന്ന ആളാണ്. മന്ത്രവാദ പണി കൊണ്ട് കുറേ കാശുണ്ടാക്കിയിരുന്നത്. ഈ ഉടമ്പടി കൊണ്ട് നിങ്ങളോ ഞങ്ങളോ ഇതുപോലെ ഭൗതിക നേട്ടം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അത് വരാൻ വിഷയം എന്താണ്? അവസാനം പറഞ്ഞ വാക്കെന്താ? അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. അതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് നിന്റെ ഹൃദയം ദൈവ തിരുസന്നിധിയിൽ ശുദ്ധമല്ല. അതുകൊണ്ടാണ് സക്കറിയ പ്രവാചകൻ പറയണത്, എന്താ പറയണത്? നിന്റെ മുമ്പാകെ വിശുദ്ധിയിലും, തമ്മിൽ കിണ്ടക്കണ ആ വേട്, ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ ഇപ്പം ഉടമ്പടി ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണ്, അല്ലാതെ പ്രാർത്ഥിക്കുകയല്ല. ഉടമ്പടി ചെയ്ത വ്യക്തികൾ പിന്നെ എന്താ ചെയ്യണത്? ശുശ്രൂഷയാണ് ചെയ്യണത്. ശുശ്രൂഷ എവിടെയാണ് ചെയ്യണത്? നിങ്ങളുടെ നാട്ടിലാണ്, നിങ്ങളുടെ വീട്ടിലാണെന്ന് പറയരുത്. ആരുടെ ശുശ്രൂഷ നമ്മൾ ചെയ്യണത്? വീട്ടിലായാലും നാട്ടിലായാലും അടുക്കളയിലായാലും അരങ്ങത്തായാലും ചെയ്യണത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞ തൻ്റെ മുമ്പിൽ പറഞ്ഞ് വായിച്ചോളൂ. പരിശുദ്ധിയിലും നീതിയിലും. അതാണ് തൻ്റെ മുമ്പിൽ പറഞ്ഞ്, പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. അപ്പൊ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദൈവിക ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ദൈവതിരുസന്നിധിയിൽ പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യുക. അപ്പം നിങ്ങളോട് ചെയ്യണം, നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തത്? അപ്പോൾ നിങ്ങൾ ഉടനെ ചാടിക്കരപ്പോൾ എഴുതാം IELTS പാസ്സായെന്ന് പറയരുത്. അപ്പം തന്നെ IELTS നോക്കാൻ സാധ്യതയുണ്ട്.